അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2ാം ക്ലാസ് ലിസാന് പരിഷ്കരിച്ച പതിപ്പിൽ ആദ്യമായിട്ട് ഉള്ളത് ഒരു പ്രാർത്ഥനയുടെ പാഠമാണ്. അത് എന്തിനാണ് ആ പ്രാർത്ഥനയുടെ പാഠം എന്ന് നമുക്ക് പിന്നീട് പറയാം. ആദ്യം ഈ പ്രാർത്ഥന ഒന്ന് നോക്കാം. നമുക്ക് പ്രാർത്ഥനാ ഗാനം. റബ്ബി റബ്ബി യാ റഹ്മാൻ യസ്സിർ ദർസി യാ മന്നാൻ ഇംല ഖൽബി ബിൽ ഈമാൻ ഇസ്റഹ് സദ്രി ബിൽ ഖുർആൻ. റബ്ബി റബ്ബി യാ റഹ്മാൻ യസ്സിർ ദർസി യാ മന്നാൻ ഇംല ഖൽബി ബിൽ ഈമാൻ ഇസ്റഹ് സദ്രി ബിൽ ഖുർആൻ വഫിഖ് ദൗമൻ ബിൽ ഇർഫാൻ ലുഗത്തല്ലാദി വൽ ഖുർആൻ. റബ്ബി റബ്ബി യാ റഹ്മാൻ സിദ്നി ഇൽമൻ യാ മന്നാൻ. എന്താ പറയുന്നതെന്നറിയോ? എന്താണ് ഈ പ്രാർത്ഥന? അള്ളാഹുവിനോട് ചോദിക്കുന്നത്, എൻ്റെ നാഥ കാരുണ്യവാനെ, എൻ്റെ പഠനം നീ എളുപ്പമാക്കണേ, ഗുണം ചെയ്യുന്ന നാഥ. എല്ലാവർക്കും ഗുണം ചെയ്യുന്ന നാഥ, എൻ്റെ പഠനം നീ എളുപ്പമാക്കണേ എന്ന്. റബ്ബി റബ്ബി എൻ്റെ റബ്ബേ, യാ റഹ്മാൻ എല്ലാവർക്കും ഗുണം ചെയ്യുന്ന നാഥാന്ന്. യസ്സിർ ദർസി യാ മന്നാൻ എൻ്റെ പഠനം നീ എളുപ്പമാക്കി തരണേ നാഥ എന്നാണ് പറയുന്നത്. ഇംല ഖൽബി ബിൽ ഈമാൻ ഇസ്റഹ് സദ്രി ബിൽ ഖുർആൻ. എൻ്റെ ഹൃദയം നീ ഈമാൻ കൊണ്ട് നിറയ്ക്കണമേ, ഖുർആൻ കൊണ്ട് എൻ്റെ ഹൃദയം നീ വിശാലമാക്കുകയും ചെയ്യണമേ. എൻ്റെ ഹൃദയം നീ ഈമാൻ കൊണ്ട് നിറയ്ക്കണമേ, ഖുർആൻ കൊണ്ട് എൻ്റെ ഹൃദയം വിശാലമാക്കുകയും ചെയ്യണമേ എന്ന്. വഫിഖ് ദൗമൻ ലിൽ ഇർഫാൻ ലുഗത്തല്ലാദി വൽ ഖുർആൻ. ഖുർആൻ ഭാഷയായ അറബി അറിയാൻ നിത്യമായി തൗഫീഖ് നൽകണമേ അല്ലാ എന്നാണ് പറയുന്നത്. റബ്ബി റബ്ബി യാ റഹ്മാൻ സിദ്നി ഇൽമൻ യാ മന്നാൻ. എൻ്റെ നാഥ ഗുണം ചെയ്യുന്ന നാഥ, എൻ്റെ അറിവ് നീ വർദ്ധിപ്പിക്കണമേ. സിദ്നി ഇൽമാ അറിവിനെ വർദ്ധിപ്പിക്കണമേ എന്ന്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊരു പ്രാർത്ഥന ഈ ബുക്കിൻ്റെ ആദ്യത്തിൽ കൊടുത്തിരിക്കുന്നത്? എന്നാൽ പാഠം 1 അല്ല, പാഠം 1 ഇതിന് ശേഷമാണ് തുടങ്ങുന്നത്. പിന്നെ എന്തിനാണ് ഇങ്ങനൊരു പ്രാർത്ഥന കൊടുത്തത്? ഇത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ എന്നും വീട്ടിൽ നിന്ന് ഓത്ത് തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഈ ബെയ്ത്തൊന്ന് ചൊല്ലണം, ഈ പ്രാർത്ഥന ചൊല്ലണം. അത് ബെയ്ത്തായിട്ടും ചൊല്ലാം, അല്ലെങ്കിൽ റബ്ബി റബ്ബി യാ റഹ്മാൻ യസ്സിർ ദർസി യാ മന്നാൻ ഇങ്ങനെ പറച്ചിലായിട്ട് സംസാരമായിട്ട് ചൊല്ലിയാലും കുഴപ്പമില്ല. ഏതായാലും എന്നും ഈ ബെയ്ത്ത് എടുത്തിട്ട് നിങ്ങൾ ചൊല്ലണം. അതിന് വേണ്ടിയാണ് ഇത് ഇങ്ങനെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഓരോ പാഠങ്ങളും നമുക്ക് ഇതിലൂടെ കേൾക്കാം, ഈ ചാനലിലൂടെ. പിന്നെ മറ്റ് ക്ലാസ്സുകളിലെ ലിസാനുൽ ഖുർആനിൻ്റെ പാഠങ്ങളും നമുക്ക് ഇതിലൂടെ പഠിക്കാം. മറ്റ് ക്ലാസ്സുകളിലെ തജ്വീദിൻ്റെ നിയമങ്ങളും തജ്വീദും നമുക്ക് ഈ ചാനലിലൂടെ പഠിക്കാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കേണ്ടതാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 3ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൽ ആദ്യമായിട്ട് കൊടുത്ത ദുആ ആണ്. ഈ ദുആ എന്നും നിങ്ങൾ ബുക്ക് പാഠം പഠിക്കാൻ തുടങ്ങുമ്പോൾ
ഈ ദുആ ചൊല്ലണം. പിന്നെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് ചൊല്ലണം. ഇൻഷാ അല്ലാഹ് മറക്കൂല എന്ന് വിചാരിക്കുന്നു. أدعوك يا ربي يا عالم الغيب يسر وزد علمي بالفهم والأدب وارحم أبي أمي واحفظهما ربي وفق لأستاذي يسير أبوابي يا ربي جملني بلساني العربي أرجوك يا ربي تقواك في قلبي أدعوك يا ربي يا عالم الغيب يسر وزد علمي بالفهم والأدب. ഇനി എന്താണ് ഈ പറയുന്ന ദുആയിലെ അർത്ഥങ്ങൾ? എന്താണ് പറയുന്നത് ഈ ദുആ പറയുന്നത്? അദഉക യാ റബ്ബി, എൻ്റെ നാഥ നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. യാ ആലിമൽ ഗൈബി, അദൃശ്യം അറിയുന്നവനെ. യാ ആലിമൽ ഗൈബി, അദൃശ്യം അറിയുന്നവനെ, അതായത് ദൃശ്യമാവാത്ത മറഞ്ഞ കാര്യങ്ങളെ അറിയുന്നവനെ എന്ന്. മുന്നിലുള്ളത് നമുക്ക് കാണാൻ കഴിയുള്ളല്ലോ, പിന്നിലുള്ളത് മറ്റത് നമുക്ക് മറഞ്ഞത് നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. യസ്സിർ വസിദ് ഇൽമി, എനിക്ക് നീ എളുപ്പമാക്കണമേ എൻ്റെ അറിവിനെ, നീ വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ. എനിക്ക് നീ എളുപ്പമാക്കുകയും ചെയ്യണമേ, പഠിക്കൽ എളുപ്പമാക്കണേ, വേഗം വേഗം പഠിക്കാനുള്ള കഴിവ് എനിക്ക് തരണേ. അതുപോലെ എൻ്റെ ഇൽമിനെ നീ, അറിവുകളെ നീ വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ. ഈ പഠിക്കുന്നതൊക്കെ നമ്മളെ മെമ്മറിയിൽ നീ നിലനിർത്തി തരണേ എന്നാണ് പറയുന്നത്. ബിൽ ഫഹ്മി വൽ അദബി, ഗ്രഹിക്കൽ കൊണ്ടും മര്യാദ കൊണ്ടും. മര്യാദ കൊണ്ടും ഞാൻ മര്യാദയിൽ പഠിച്ചോളാം, ഞാൻ മനസ്സിലാക്കിക്കോളാം, നല്ല മനസ്സിലാക്കിക്കോളാം, മര്യാദക്ക് ഞാൻ പഠിച്ചോളാം. അതേപോലെ അദബാണ് മര്യാദ. ബിൽ ഫഹ്മി ഗ്രഹിക്കലാണ്, അത് നല്ലപോലെ മനസ്സിലാക്കുക. ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കൽ കേട്ടോ. ഉർഹം അബി വ ഉമ്മി, എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും നീ പൊറുത്ത് കൊടുക്കണമേ. വഹ്ഫൽഹുമാ റബ്ബി, അവർ രണ്ടു പേരെയും സംരക്ഷിക്കണമേ. വഹ്ഫൽഹുമാ റബ്ബി. വഫ്ഫിഖ് ലി ഉസ്താദി, എൻ്റെ ഉസ്താദിന് നീ തൗഫീഖ് നൽകണമേ. ഞങ്ങളെ പഠിപ്പിക്കാനും ഞങ്ങൾക്ക് പകർന്നു തരുന്ന അറിവിനെ പഠിക്കാനും തൗഫീഖ് നൽകണമേ. തൈസീറ അബ്വാബി, എൻ്റെ അധ്യായങ്ങൾ എളുപ്പമാക്കാൻ, എൻ്റെ അധ്യായങ്ങൾ എളുപ്പമാക്കാൻ ഉസ്താദിനിക്ക് നീ തൗഫീഖ് നൽകണമെന്നാണ് പറയുന്നത്. യാ റബ്ബി ജമ്മിൽനി, എൻ്റെ നാഥ നീ സുന്ദരമാക്കണമേ. ബിലിസാനിൽ അറബി, അറബി ഭാഷാ സംസാരം, എൻ്റെ നാവ് കൊണ്ട് സംസാരിക്കുന്ന അറബി ഭാഷാ സംസാരം അക്ഷരസ്ഫുടതയോടുകൂടി നീ ഭംഗിയാക്കി തരണമേ. അർജൂക യാ റബ്ബി, എൻ്റെ നാഥ ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു, ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അല്ലാ. തഖ്വാക ഫീ ഖൽബി, എൻ്റെ ഹൃദയത്തിൽ നിന്നോടുള്ള തഖ്വയെ എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു, നിലനിൽക്കാൻ വേണ്ടി, ശക്തിപ്പെടുവാൻ വേണ്ടിയൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന നമ്മൾ എന്നും പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ചൊല്ലൽ അത്യാവശ്യമാണ്. അപ്പോൾ ഇത് 4ാം ക്ലാസ്സിൽ. ഇനി അടുത്ത ക്ലാസ്, അല്ല 4ാം ക്ലാസ്, ഇത് 3ാം ക്ലാസ്സിലെ അടുത്ത ക്ലാസ് 4. ഇൻഷാ അല്ലാഹ് നമുക്ക് കേൾക്കാം.